കാശ്മീർ വെറും ഒരു ഭൂപ്രദേശമല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്നും ഒരു ചോദ്യചിഹ്നമാണ്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീരി ജനത ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യ പ്രതീക്ഷയോടെയാണ് അവിടേക്ക് ഉറ്റുനോക്കിയത്. പക്ഷേ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയിരിക്കുകയാണ്. അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പ്രതിനിധികളെ തന്നെ ജയിലിലടയ്ക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ എന്താണ്? ജമ്മു കാശ്മീരിലെ ധോഡയിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ MLA മെഹ്റാജ് മാലിക്കിനെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന കരിനിയമമായ പബ്ലിക് സേഫ്റ്റി ഉപയോഗിച്ചാണ് ഈ ജനപ്രതിനിധിയെ ജയിലിലടച്ചത്. ഈ നിയമം ഉപയോഗിച്ച് ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നത് കശ്മീരിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ്. ഇതാണ് BJP സർക്കാർ വിഭാവനം ചെയ്യുന്ന പുതിയ കാശ്മീർ. ഇനി എന്താണ് മാലിക്കിനെതിരെയുള്ള കുറ്റമെന്ന് നോക്കാം. പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. അതാണ് മാലിക് ചെയ്ത ഗുരുതരമായ കുറ്റം. ഡെപ്യൂട്ടി കമ്മീഷണറുമായി ഒരു വിഷയത്തിൽ തർക്കിച്ചു എന്നത് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാൻ അവർക്ക് കിട്ടിയ ഏക ആയുധം. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവിന് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും അനുവാദമില്ലെങ്കിൽ പിന്നെ എന്താണ് ജനാധിപത്യം എന്നതുകൊണ്ട് BJP സർക്കാർ അർത്ഥമാക്കുന്നത്? എന്തായാലും ഈ അറസ്റ്റിനെതിരെ കശ്മീരിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിനിറങ്ങുകയാണ്. പ്രതിപക്ഷ നേതാക്കളായ ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ ഈ അറസ്റ്റിനെ ജനാധിപത്യ വിരുദ്ധമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് BJPയുടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് അവർ തുറന്നു പറയുന്നു. BJP സർക്കാർ കശ്മീരിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ അറസ്റ്റ്. തങ്ങൾക്കിഷ്ടമല്ലാത്ത ചോദ്യങ്ങളെ അടിച്ചമർത്തുക, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാക്കുക, ഇത് തന്നെയാണ് BJP കശ്മീരിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന നയം. വിയോജിപ്പുകൾ ഇല്ലാതാക്കി സ്വന്തം അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ BJP തയ്യാറാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് കാശ്മീർ നമ്മളോട് ചോദിക്കുന്നു.